ഒരു കാലത്ത് മലയാള സിനിമയിൽ ലോകത്തും ആരാധകർക്കിടയിൽ ഏറ്റവും സെലിബ്രിറ്റി ചെയ്യപ്പെട്ട ജോഡികളായ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഒരേ ദിവസം ഒരേ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്ത് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയും സിനിമാ പ്രേമികളും അത് ആഘോഷിച്ചതാണ്. കാക്കനാട് പുതുതായി ആരംഭിച്ച മാജിക് ഫ്രെയിം തിയേറ്ററിന്റെ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ഇരുവരും 4 ദിവസം മുമ്പ് എത്തിയത്. ഏറെക്കാലത്തിന് ശേഷം ആദ്യമായി ഇരുവരും ഒരേ ചടങ്ങിൽ ഒരേ സമയത്ത് എത്തുന്നത്. പൊതുവെ മഞ്ജു വാര്യർ വരാൻ സാധ്യതയുള്ള ചടങ്ങുകളിൽ നിന്ന് ദിലീപും, നടനും വരാൻ സാധ്യതയുള്ള ചടങ്ങുകളിൽ നിന്ന് മഞ്ജുവും വിട്ടുനിൽക്കാറുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിവാദത്തിന് ശേഷം വന്ന ശേഷം ഇരുവരും ഇടയ്ക്കുള്ള അകലം കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇരുവരും ഒരേ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും വീഡിയോകൾ ആ സമയത്ത് വൈറലായി ചർച്ചയായി മാറുന്നതും. എന്നാൽ ചടങ്ങിൽ വീഡിയോകൾ പുറത്തതായതോടെ ദിലീപും മഞ്ജു വാര്യരും പരസ്പരം മുഖത്തുപോലും നോക്കിയില്ല. മഞ്ജുവിന്റെ സീറ്റിൽ നിന്ന് 9 സീറ്റ് മാറിയാണ് ദിലീപ് ഇരുന്നത് എന്നുള്ള തരത്തിലെല്ലാം ആയിരുന്നു. മഞ്ജു ചടങ്ങിൽ എത്തിയ എല്ലാ താരങ്ങളോടും സൗഹൃദം കാണിക്കുകയും സ്നേഹസംഭാഷണം നടത്തുകയും ചെയ്തിരുന്നുവെന്നും ദിലീപിനെ മൈൻഡ് ചെയ്തില്ലെന്ന തരത്തിലും പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ അവകാശവാദങ്ങളെയും തള്ളിക്കൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജുവിനെ പുഞ്ചിരിയോടെ ആസ്ഥാനം നൽകിയ മഞ്ജു വാര്യർ സ്വീകരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്ന വൈറൽ വീഡിയോയിൽ ഉള്ളത്. മഞ്ജുവും ദിലീപും കൊടിയ ശത്രുക്കളാണെന്ന വാദങ്ങൾ ഇല്ലാതാക്കുന്നതാണ് പുതിയ വീഡിയോ. മഞ്ജു വാര്യർ പുഞ്ചിരിയോടെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതും കൈകൾ നീട്ടി രണ്ടാമതൊന്ന് ആലോചിക്കാതെ ദിലീപും കൈകൊടുത്തു. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ രണ്ടുപേരെയും ആരാധകർ ചർച്ചയായി മാറി. ഇതും AI ഒന്നും അല്ലല്ലോ, ഒറിജിനല്ലേ, കണ്ണുകളെ വിശ്വസിക്കാനാകുമോ എന്നാണ് ചിലർ വീഡിയോ കണ്ട് കമന്റായി കുറിച്ചത്.